ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. പ്രമുഖനായ യുവരാഷ്ട്രീയ നേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായി എന്ന നടി റിനി ആൻ ജോർജിന്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാകുന്നു. പേര് വെളിപ്പെടുത്തിയില്ല എങ്കിലും നേതാവിലേക്ക് നീളുന്ന സൂചനകളെല്ലാം റിനി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ റിനിക്ക് പിന്നാലെ പ്രവാസി എഴുത്തുകാരി ഹണി ഭാസ്കറും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരടക്കം പറഞ്ഞ് സമാന ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. യുവനടിയിൽ നിന്ന് കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് രാഗിൻ ചേരുന്നുണ്ട്, ഒപ്പം ജിബിൻ ജെബി തിരുവനന്തപുരത്ത് നിന്നും. രാഗിനിലേക്കാണ് ആദ്യം. രാഗിൻ, ഗുഡ് മോർണിംഗ്. ഈ യുവനടി പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ ആര് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള പലതും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഒപ്പം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം, അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞിരുന്നു എങ്കിൽ അത് കണ്ടില്ല എന്ന് വയ്ക്കുന്നത് അതിലേറെ ഗുരുതരമായ പിഴവല്ലേ? എന്തൊക്കെയാണ് റിനി പറഞ്ഞത്? മോത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെ വലിയ സൈബർ ആക്രമണം ഈ നടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ച് അവർ പറഞ്ഞത് ഈ നേതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നതാണ്. ഇതോടൊപ്പം തന്നെ ഈ നേതാവ് കൂടുതൽ പ്രതിരോധത്തിലാകും എന്ന കാര്യവും അവർ വ്യക്തമാക്കുന്നു. തന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്നതാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം ഒരുപാട് സ്ത്രീകൾ അവരെ ഫോണിൽ വിളിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ തങ്ങളടക്കം പലരും നേരിട്ടിട്ടുണ്ട് എന്ന് അവരിൽ പലരും അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലരും പുറത്തേക്ക് വരുമെന്ന സൂചനകളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ മറ്റ് CPM നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ചില ചിത്രങ്ങളടക്കം സൈബറിടങ്ങളിൽ അവർക്കെതിരെ അത്തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്ക് ഒരുപാട് നേതാക്കളുമായി പരിചയമുണ്ട് എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ യുവജനപ്രതിനിധി ആര് എന്ന കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ, സൂചനകൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. അത് പൊതുയിടത്തിൽ വ്യക്തവുമാണ്. ഹൂ കെയേഴ്സ് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആ വ്യക്തിക്കുള്ളത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുമ്പോൾ, ആരാണ് ഈ സമീപകാലത്ത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഹൂ കെയേഴ്സ് എന്ന ഒരു പ്രതികരണം നൽകിയതെന്നത് ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്തായാലും നിയമ നടപടികളിലേക്ക് താനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കറക്റ്റ്നെസ് ഉണ്ടാകണം എന്നതാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ ഒരാൾ രാഷ്ട്രീയത്തിൽ വേണോ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, മോത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരോടും ഇത്തരത്തിൽ പരാതികൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. സംഘടനാപരമായിട്ടുള്ള നടപടിയാണോ ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞത് സംഘടനാപരമായിട്ടുള്ള നടപടി എടുക്കണമോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള കാര്യം ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള മറുപടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ കത്തിപ്പടരുകയാണ്. ഇത് രാഷ്ട്രീയപരമായി തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ വലിയ തോതിലുള്ള ചർച്ചകളായി കാര്യങ്ങൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം BJP ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഓഫീസിലേക്കടക്കം മാർച്ച് നടത്തുന്ന സ്ഥിതി ഒക്കെ ഉണ്ടായിരുന്നു. അതെ രാഗിൻ, ഏതായാലും ഇനി അത് ഈ ബന്ധപ്പെട്ട നേതാക്കളാണ് വിശദീകരിക്കേണ്ടത്. ജിബിൻ ജെബി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വലിയ ഒരു ആരോപണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. യുവ എഴുത്തുകാരി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം എന്നതാണ് ആവശ്യപ്പെടുന്ന കാര്യം. പക്ഷേ പരാതിയുമായി നീങ്ങാൻ അവരും തയ്യാറല്ല. മാനനഷ്ടത്തിന് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇക്കാര്യത്തിനോട് പ്രതികരിക്കേണ്ടതല്ലേ? മോത്തി, രാഹുലിനെതിരെ ഔദ്യോഗികമായി നിലവിൽ പരാതിയൊന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ആദ്യം ഈ വിഷയത്തിൽ രാഹുൽ തന്നെ പ്രതികരിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ. കാരണം നിലവിൽ കഴിഞ്ഞ 2 ദിവസമായി രാഹുലിനെതിരെ 2 ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ ഔദ്യോഗികമായി പാർട്ടിക്കോ അല്ലെങ്കിൽ പോലീസിനോ ഒന്നും തന്നെ പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യത്തിൽ രാഹുൽ തന്നെ വിശദീകരിക്കട്ടെ, രാഹുൽ തന്നെ മാധ്യമങ്ങളെ കാണട്ടെ എന്നുള്ളൊരു നിലപാട് അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ 2 നിലപാടാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലുമുള്ളത്. കാരണം രാഹുലിനെ മനഃപൂർവ്വം വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും പറയുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ചെറുതായി കാണാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അല്ലെങ്കിൽ ദിവസങ്ങളായി തന്നെ രാഹുലിനെതിരെ നിരന്തരം ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ ഒരു ചെറിയ നേതാവല്ല. കാരണം രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, ഒരു നിയമസഭാ അംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ അംഗത്തിന്, ഒരു യുവ നിയമസഭാ അംഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുമ്പോൾ അതെന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നുള്ളത് പാർട്ടി തന്നെ പരിശോധിക്കണമെന്നാണ് ഒരു വിഭാഗം
കൂടുതൽ നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ച നടി തന്നെ പറയുന്നുണ്ട്, ഇത് സംബന്ധിച്ച് ഈ രാഹുലിനെതിരെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിലുള്ള പല മുതിർന്ന നേതാക്കന്മാരും അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനോടുൾപ്പെടെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് കൂടി ആ നടി തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വി.ഡി. സതീശന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരോട് നമ്മൾ പ്രതികരണം തേടിയിരുന്നു. പക്ഷേ ആരും തന്നെ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ശേഷം തങ്ങൾ പ്രതികരിക്കാമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ്. ഉടനടി എന്തായിരുന്നാലും രാഹുലിനെതിരെ ഒരു നടപടി ഉണ്ടാകില്ല എന്ന കാര്യമാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്.